നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശാലിനിയാണ് തെറ്റിദ്ധരിപ്പിക്കേണ്ടത്. ഗിരിയുമായിട്ടുള്ള അവളുടെ ബന്ധം തകർന്നതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം ഡാഡിയാണെന്ന് അറിഞ്ഞാൽ അവള് ഡാഡിയോട് ഈ ജന്മത്തെ ക്ഷമിക്കില്ല. അതുകൊണ്ടല്ലേ ചാച്ചു നിന്നെ ചീത്ത വിളിച്ചതും തല്ലിയതും ഒക്കെ. നിനക്ക് വേദനിച്ചോടാ? ഹേയ്, ചാച്ചു എന്നെ തല്ലിയപ്പോ ശാലിനിയുടെ സന്തോഷം കാണുമായിരുന്നു. പക്ഷെ എനിക്ക് ചിരി വന്നത് ഗിരി എനിക്ക് വേണ്ടി ചാച്ചുവിന്റെ അടുത്ത് വാദിച്ചപ്പോഴായിരുന്നു. അവന് വേണ്ടി ചേട്ടൻ സ്വന്തം മകനെ തള്ളി പറയുന്ന ആ മണ്ടൻ വിചാരിക്കുന്ന. അവനെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് മാത്ര അവനെ ഞാൻ സഹിക്കുന്ന. ഞാൻ എന്തായാലും ഗിരിയുടെ വീട് വരെ പോവാ. ഗിരിയോടും അവന്റെ കുടുംബത്തോടും ചെയ്തതിന് മാപ്പ് ചോദിക്കാൻ. അതൊക്കെ വേണോടാ? വേണം. ഡാഡി അത് നിർബന്ധമായിട്ടും പറഞ്ഞു. ഗിരി അവന്റെ കുടുംബവും എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കണമെന്ന്. ശരി. മഞ്ജു ഇപ്പം മൊത്തത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞു. സ്റ്റേഷനിലെ ഫ്രാൻസിസ് അവൾക്ക് നല്ല പണി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെത്തുമ്പോ ഗിരിയും കുടുംബം അവൾക്ക് സമ്മാനം കൊടുക്കില്ല. ഇപ്പോൾ അവൾ ആകെ തകർന്നു പോയി കഴിഞ്ഞു. ഇനി അവൾക്ക് മാധവന്റെ കേസ് അന്വേഷിക്കാൻ ഊർജ്ജം കിട്ടില്ല. പക്ഷേ ശാലിനിയുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷനുണ്ടടാ. അവൾ ഇപ്പോഴും ഗിരിയെ മറന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടും അവൾ അവന്റെ പുറകെ തന്നെയാ. ഞാനതിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോ അവള് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു പോലും പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഞാൻ അവളെ സമ്മതിപ്പിച്ച് ഇവിടെ പിടിച്ച് നിർത്തിയത്. അസ്ഥിക്ക് പിടിച്ച പ്രണയമല്ലേ? അവന് വേണ്ടി അവൾ എന്തും ചെയ്യും.